ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് അടുക്കളയിലത്തെ സ്ലാബൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കറിപ്പാത്രങ്ങളും എല്ലാം വയ്ക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണ് കറ പിടിക്കും, അല്ലെങ്കിൽ കരിമ്പൻ പിടിക്കും. അതിൻ്റെ ആ ടൈൽസിൻ്റെ ഇടയിലൊക്കെ ചെളിയും കരിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നാൾ കഴുകാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. കണ്ടു, ആ ടൈൽസാണ് നിറയെ കരിമ്പനും ചെളിയൊക്കെ ആയിട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ കൊണ്ട് സൂപ്പറായിട്ട് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടുപ്പ് അതൊക്കെ കഴുകി അതിന്മേ കരിയും ഈ കരിമ്പനും കറിയും ഒക്കെ പറ്റിയേക്കണതൊക്കെ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. സൂപ്പറായിട്ട് വൃത്തിയാക്കാം. അപ്പോൾ ഇതൊക്കെ പാല് അല്ലെങ്കിൽ കറിയൊക്കെ തിളച്ച് പോയിട്ട് കരിഞ്ഞ് അടി പിടിച്ച് ഇരിക്കണതാണ് കേട്ടോ. അതൊക്കെ നമ്മളെങ്ങനെ വൃത്തിയിൽ സൂക്ഷിച്ചാലും ഗ്യാസുമ്മേ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പുറത്തേക്ക് പോയി കരിയും. അപ്പോൾ അതൊക്കെ കരിഞ്ഞിരിക്കണതാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കാനായിട്ട് ഒരു ലിക്വിഡ് ആദ്യം നമുക്ക് തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തേണേ. ബേക്കിംഗ് പൗഡർ വേണം. ഒരു ടീസ്പൂണ് 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരമുറി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി കേട്ടോ. ഇത് കുറച്ചുള്ളൂ, അത് കാരണം അരമുറി എടുത്തോളൂ കേട്ടോ. കൂടുതൽ സ്ഥലം വൃത്തിയാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡോമക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി പതയാനും വൃത്തിയാവാനൊക്കെ കൂടുതൽ നല്ലതാണ് കേട്ടോ. അത് ഒരു 1/2 ടീസ്പൂണ് കഷ്ടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി ബ്രഷ് കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഈ സ്ലാബൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് ഈ കരിയൊക്കെ പിടിച്ചത് ഈ 30 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ വീടിന്. 30 കൊല്ലം കഴിഞ്ഞു വീടൊക്കെ പണിതിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഗ്യാസിൻ്റെ അടുപ്പുമേ ഒരു 15-20 മിനിറ്റ് നേരം ഇങ്ങനെ തേച്ച് വെക്കണം കേട്ടോ, കുറച്ച് നേരം. എന്നിട്ട് വേണം നമുക്കത് സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ബ്രഷോ എന്തെങ്കിലും കൊണ്ട് മുരച്ച് കഴുകി വൃത്തിയാക്കണം കേട്ടോ. എല്ലാം ഒന്ന് നന്നായി തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ കുറച്ച് നേരം. സ്ലാബുമേ അതെ ഇതേപോലെ അതിൻ്റെ ഇടയിലേക്കൊക്കെ അതിൻ്റെ വരയിലേക്കൊക്കെ നന്നായിട്ട് ഇത് ഒഴിച്ച് വയ്ക്കാം, ചുമരുമ്മിലും എല്ലായിടത്തും. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് ഉരച്ച് കഴുകുകയാണ് കേട്ടോ സ്ക്രബ്ബർ കൊണ്ട്. കുറേയൊക്കെ ബ്രഷ് കൊണ്ടും ഉരച്ചു കേട്ടോ, 2 കൊണ്ടും ഉരച്ചു. കണ്ടോ, നന്നായിട്ട് വൃത്തിയായി കേട്ടോ. അപ്പോൾ ഇനി ഈ സ്ലാബിൻ്റെ ഇടഭാഗമാണ് കേട്ടോ കഴുകണേ, ആ ടൈൽസിൻ്റെ ഇടകളൊക്കെ. ടൈൽസിൻ്റെ ഒക്കെ നിറം മങ്ങി തുടങ്ങിയിട്ടോ, എന്നാലും കരിമ്പനൊക്കെ പോവും. എന്താ വെച്ചാൽ പിന്നീട് മാറ്റിയിട്ടില്ല, 30 കൊല്ലമായി വീട് പണിതിട്ട്. അപ്പം അതൊക്കെ ഒന്ന് തേച്ച് കഴുകി ഉരച്ച് കഴിഞ്ഞു എടുക്കണം കേട്ടോ. ഇനി ഒന്ന് കഴുകി എടുക്കണം. ഇവിടെ ഒന്ന് കഴുകിയിട്ട് പിന്നെ പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കഴുകിയിട്ടോ നന്നായിട്ട്. എല്ലാം അതേപോലെ നന്നായി ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. കണ്ടോ, അപ്പം നന്നായി വൃത്തിയായില്ലേ, കഴുകി നന്നായി തുടച്ചെടുത്തേക്കണതാണ് കേട്ടോ. കണ്ടോ, ആ കരിഞ്ഞ ഭാഗങ്ങളും എല്ലാ പാടുകളും ഒക്കെ പോയി നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ട് ഒഴിച്ച് നിങ്ങൾ ലിക്വിഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. സൂപ്പറാണ്. കണ്ടോ, ടൈൽസിൻ്റെ ഇടയിലൊക്കെ കരി ഉണ്ടായിരുന്നതൊക്കെ പോയി, കരിയും ചെളിയും കരിമ്പനും ഉണ്ടായിരുന്നതും എല്ലാം പോയി, സൂപ്പറായി. കണ്ടു, നല്ല തിളക്കം വെച്ചു ടൈൽസിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നിങ്ങളുടെ അടുക്കളയിലെ കിച്ചണിലെ സ്ലാബുകളൊക്കെ ഇതുപോലെ കരിമ്പനോ ചെളിയോ കറിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പൂവന്നെ സൂപ്പറാണ് കേട്ടോ.